ഇന്ന് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഹൈദരാബാദ് സ്റ്റൈലിലാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ചതിന് ശേഷം ഈ ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് ഈ പാൻ കഴുകിയിട്ട് ഈ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. തക്കാളി എടുത്തിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടി റെഡിയാക്കി വയ്ക്കുമ്പോഴേക്കും പച്ചമുളക്, മല്ലിച്ചപ്പ് എന്നിവ എല്ലാം റെഡിയാക്കിയിട്ട് ഈ മസാലപ്പൊടി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.